ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇത്ര നേരത്തെ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഉണ്ട്, സോറി എൻഗേജ്മെൻ്റ് ഉണ്ട്. ആദ്യത്തിൻ്റെ തെറ്റാണ് പക്ഷേ എൻഗേജ്മെൻ്റ് ഉണ്ട്. സോ അതിന് റെഡി ആവണം. ഞാൻ നേരത്തെ കുടിച്ചു മുടി എന്താ പറയുക വെട്ടാണ്. ആൻഡ് നൗ ടൈം എന്ന് പറയുന്നത് 7 മണി. മുഹൂർത്തം 8:30 തോന്നുന്നു, 8. പക്ഷെ എൻ്റെ ഫ്രണ്ട് ആയിട്ട് ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്താൻ പറഞ്ഞിട്ട് ഐ ഡോണ്ട് നോ. സമയം ഇപ്പോൾ 7 മണി. സോ ഇവിടെ അടുത്താണ്. ഒരു ഞാൻ പക്ക പിള്ളേരാണ്. സോ മമ്മി അത്ര അടുത്തുള്ളൂ, ഒരു 10 മിനിറ്റിന് വരും. സോ 7:45 ആകുമ്പോഴേക്കും മമ്മി ജംഗ്ഷൻ്റെ അവിടെ എത്താൻ വേറെ ഫ്രണ്ടും അവരുടെ സിസ്റ്ററുണ്ട്. സോ അവർ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് 7:45 ആകുമ്പോൾ മമ്മി ജംഗ്ഷൻ എത്താൻ. സോ 45 മിനിറ്റ്സ് ഉള്ളൂ. അത്ര ടൈമൊന്നും വേണ്ട. ബട്ട് റെഡി ആവണം. മുടിയൊക്കെ ഞാൻ ചെയ്തിട്ട് കഴിച്ചു. മുടി സെറ്റാക്കണം. മുടിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഫാൻ ഇടില്ല, എ സി ഇട്ടുണ്ട്. അപ്പോൾ അറിയില്ല, ഉണങ്ങാണെങ്കിൽ പോയിട്ട് വില്ലേജ് ഡ്രൈവ് കഴിക്കും, നോക്കും. എന്നെ ഞാനിപ്പോൾ മുടി ലൂസായിട്ടാണ്. സോ അതിലൊരു എടുക്കാനില്ല. സോ ഇന്നൊരു ജസ്റ്റ് സ്മോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ഫ്രണ്ട്സ് ബ്രദേഴ്സ് മാരേജ്. ഓക്കെ, വീണ്ടും മടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു കഥ വിടവേ ഇത് ചെയ്യുമ്പോൾ കഥ അല്ലെങ്കിൽ ഈ വീഡിയോ. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ഞാൻ എന്താ പറയുക സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ ഇട്ടു. എൻ്റെ പ്രീ മേക്കപ്പ് കെയർ ഒക്കെ ഞാൻ ചെയ്തു. ഒരു ലിപ് ബാം ഇട്ടു. സോ ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോഴേക്കും ലിപ് ബാം, അതിന് ലിപ്സ് ഒക്കെ മോയ്സ്ചറൈസ് ആവും. ഇതെന്താ വലിയ കഴിഞ്ഞു. ഈ ബാം ചെയ്താന്നൊക്കെ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടുണ്ട്, മോർണിംഗ് ബ്യൂട്ടി. അതിലുണ്ട് കേട്ടോ ഈ ലിപ് ബാം. ഒരു മെലാനിയൻ ലിപ് ബാമാണ്. മെല കോസ്മെറ്റോളജി തന്നതാണ്, കോസ്മെറ്റോളജിസ്റ്റ്. ഇത്ര നേരത്തെ നീച്ച് മേക്കപ്പ് ചെയ്യാൻ പറയുന്നത് തന്നെ എനിക്ക് ഇതാണ്. ബട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് തന്നെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ സ്കിൻ കെയർ ഇട്ടിട്ടുണ്ട്. സോ പ്രൈമറിന്റെ ആവശ്യം ടു ബി ഓണസ്റ്റ് ഇല്ല. ബട്ട് ഞാൻ പ്രൈമർ ഇടാതിരിക്കില്ല, പ്രൈമർ ഇടാറുണ്ട്. ഞാൻ സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് ഐ മീൻ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഭയങ്കര ഒരു പ്രൈമറിൻ്റെ ഒരു എഫക്റ്റ് തന്നെ തരും. ബട്ട് ഞാൻ പ്രൈമർ ഇടാറുണ്ട്. ഞാനായിട്ട് കൊണ്ടുവരാ അല്ലേ. സോ സോ ഞാൻ ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല പ്രൈമറാണ്. ഈ അത്യാവശ്യം അഫോർഡബിൾ 250 MRP. നമുക്ക് 200 കിട്ടുന്നത് ഓൺലൈനിൽ. ആൻഡ് ഇത് വെറുതെ കാശ് കൊടുത്ത് പ്രൈമർ വാങ്ങണ്ട. ബട്ട് ഞാനൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് മേക്കപ്പ് ഇടുള്ളൂ. അതർവൈസ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഉണ്ട് ബസ്. സോ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് പ്രൈമർ വാങ്ങാൻ വെറുതെയാണ്. ഫൗണ്ടേഷൻ കൺസീലർ എക്സ്പെൻസീവ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ബ്രാൻഡ്. ബട്ട് ഇത് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് സോ യു ഹാവ് ടു സ്പെൻഡ് മോർ മണി ഓൺ ദിസ്. അപ്പം കുറച്ച് പ്രൈമർ ഇട്ടു. ആൻഡ് ഞാൻ ഇന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ എനിക്ക് കോഴ്സ് കുറേ ഉണ്ട്. ഐ മീൻ അത്യാവശ്യം ഇപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാവുന്നതെന്ന് അറിയില്ല, ബട്ട് ഐ ഹാവ്. സോ ഞാൻ അവിടെയൊക്കെയാണ് കുറച്ചുകൂടി കൂടുതൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് ഫൗണ്ടേഷൻ ഞാൻ ഇടാൻ പോകുന്നത്, ഐ മീൻ കൺസീൽ ചെയ്യുന്നത് അവിടെ ഇടും കേട്ടോ. സോ ഈ 2 ചിന്നിൻ്റെ ഭാഗത്താണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു വോയിസ് ഓവർ ഇടാമെന്ന്. ഐ മീൻ ബ്യൂട്ടിക്ക് വീഡിയോ ഞാൻ വോയിസ് ഓവർ ലേറ്റർ ഇടാമെന്ന്. ബട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്കിഷ്ടമാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ സ്വയം വേറെ ഈ ഒരു സ്ലാങ് ഒക്കെ വരുന്നത് എൻ്റെ അമ്മ വിളിക്കും, ഇത് ടോക്ക് അല്ലല്ലോ. സോ ഐ തോട്ട് സംസാരിച്ചിട്ട് മേക്കപ്പ് ഇടാമെന്ന്. ആൻഡ് വി ഹാവ് ഓൺലി ജസ്റ്റ് 30 minutes ടു ഗെറ്റ് റെഡി. അതിനുള്ളിൽ എല്ലാം ചെയ്തു. സോ പ്രൈമർ ഇട്ടു. ബിഫോർ ഗോയിങ് ടു കൺസീലർ നമുക്ക് കണ്ണ് സെറ്റാക്കാം അല്ലേ. കണ്ണ് സെറ്റാക്കിയിട്ട് പറഞ്ഞിട്ട് എനിക്ക് കണ്ണ് സെറ്റാക്കാൻ ഭയങ്കര ഇഷ്ടം. സോ ഞാൻ ഇവിടെ ഹുദ ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ ആണ് എടുത്തിരിക്കുന്നത്. തെറ്റൊക്കെ സംഭവിക്കും, ക്ഷമിക്കാം. ഇത്രയും ആക്നി ശീലത്തോണ്ടാണ് കേട്ടോ. സോ ഹുദ ബ്യൂട്ടീൻ്റെ കൺസീലറാണ് കേട്ടോ. മേക്കപ്പ് ഇട്ടിട്ട് വേണം എനിക്ക് ഡീപ്പ് വാഷ് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്യാൻ. സോ ഞാനിവിടെ ഐ ഷാഡോയെ ഇങ്ങനത്തെ ബ്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രഷാണ്. അപ്പം ഞാനിന്ന് വിചാരിക്കുന്നത് ഇതും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐ ലുക്കാണ്. ആൻഡ് ഐ വിൽ അപ്ലൈ ഐ മീൻ മസ്കാര ആൻഡ് ഐലൈനർ ഒക്കെ ഇടും. ബട്ട് ഇപ്പോൾ തൽക്കാലത്തിന് ഇതുമായിട്ടുള്ള ഇതാണ് ഇടാൻ പോകുന്നത്. ഓക്കെ,
സോ എൻ്റെ ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചൈൽഡ്ഹുഡ് മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഐ തിങ്ക് ഞങ്ങൾ ഒരേ ഡാൻസ് ക്ലാസ്സിലായിരുന്നു ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ആയിരുന്നു. സോ അവിടെ വെച്ചാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ വെച്ച് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ല, ബട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അവളുടെ അമ്മ ട്യൂഷൻ ടീച്ചറാണ്. അവിടെ ഞാൻ 3rd സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് അവിടെയാണ് ഞാൻ ട്യൂഷനെ പോയിരുന്നത്. അവിടെ വെച്ചിട്ടാണ് കമ്പനി ആയത്. ആൻഡ് till now she is my best friend. She knows my every secrets and I know her every secrets. ഞാൻ ഇന്നും വിളിക്കുക, സംസാരിക്കുക, ചാറ്റ് ചെയ്യാനൊന്നും ഐ ഡോണ്ട് ലൈക്ക് സച്ച് തിങ്സ്, ബട്ട് അറ്റ് എൻഡ് ഓഫ് ദി ഡേ വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. എത്ര വർഷമായിട്ടുണ്ടാവും, എനിക്ക് 24 വയസ്സ്. ആൻഡ് ഒരു 3rd സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി അതർ സച്ച് ഫ്രണ്ട്സ്. ബട്ട് എൻ്റെ ലൈഫിൽ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ലിമിറ്റഡ് ആണ്, 10 താഴേക്കുള്ളൂ. അതിലൊന്നാണ് എൻ്റെ ഫ്രണ്ട്. ആൻഡ് ഹർ നെയിം ഈസ് അഭിരാമി. ആമിന്ന് വിളിക്കും, അഭിരാമി ഞാൻ വിളിക്കില്ല, ആമി എന്ന് ഞാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ ആളുടെ ഏട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അച്ഛൻ്റെ. അച്ഛൻ്റെ എനിക്കും ചെറുപ്പം മുതലറിയാം, ട്യൂഷൻ വെച്ചിട്ട് തന്നെ. സോ 8:30 മുഹൂർത്തം, 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട്. സോ വി ഹാവ് ടു റീച്ച് ദെയർ ബൈ 8. ലൈറ്റ് മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് ഓവറോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ഷെയ്ഡ്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് മേക്കപ്പ് ഇടാൻ അധികം അറിയില്ല, പ്രൊഫഷണൽ അല്ല. ബട്ട് എനിക്ക് ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ. ബട്ട് പഠിക്കണം എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് എൻ്റെ കസിൻസിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ബേസിക്. എനിക്ക് കുറച്ചും കൂടി പഠിക്കണമെന്നുണ്ട്. ബട്ട് ഒരു സിറ്റുവേഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. So eyeshadow apply ചെയ്തു. Next apply mascara. ഞാൻ റൂമിലാണ്, ഡ്രസ്സിംഗ് റൂമിലല്ല മേക്കപ്പ് ഇടുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് മിറേഴ്സ്. ഇത് യൂസ് ചെയ്യാം. ഓ വി ക്യാൻ അപ്ലൈ ഐലൈനർ. എനിക്ക് ഐലൈനർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാണ് ഇഷ്ടം. എനിക്ക് ചെറുപ്പം മുതലേ ഐലൈനർ ഇടാതെ എവിടെ പോവില്ല. സ്റ്റിൽ ഐലൈനർ ഇസ് നോ സോറി. സോ ഇവിടെ മസ്കാര ഞാൻ അപ്ലൈ ചെയ്യുന്നത് ന്യൂഡിലിൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ്. ആൻഡ് ഐലൈനർ ഞാൻ ഇടുന്നത് എൻവൈബിൻ്റെ ഐലൈനറാണ് കേട്ടോ. കുറച്ചായി ബട്ട് സ്മൂത്ത് ഐലൈനർ. ഞാൻ സാധാരണ വാലിടാറുണ്ട്, ബട്ട് ഇന്നിടുന്നില്ല. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ കൺസീലർ. സോ ഞാനിവിടെ ഓറഞ്ച് വെച്ചിട്ട് ആദ്യം എൻ്റെ acne marks or dark spots ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യും. എന്നിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്തിട്ട് അത് കൺസീലർ ചെയ്യും കേട്ടോ. സോ ബട്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. എനിക്കിത് ഫുൾ കൺസീലർ കൺസീലർ ചെയ്തിട്ട് ലൈക്ക് ഡോൾ പോലെ ഫേസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് നാച്ചുറൽ ലുക്കിംഗ് ഇഷ്ടം. സോ വിച്ച് ഈസ് വെരി വെരി ഹൈലൈറ്റഡ് ആക്നെ ഓർ എനി ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് കൺസീലർ ചെയ്യും, അല്ലാതെ ഞാൻ അതിൽ കൺസീലർ ചെയ്യും കേട്ടോ. സോ ഐ ഹാവ് സം ഹിയർ. സോ ഇതാണ് മുടി അയച്ചിട്ട് ചെയ്തതെന്ന് പറയുന്നത്.
സോ ഞാൻ കറക്റ്റർ യൂസ് ചെയ്തിട്ട് എൻ്റെ സ്മോൾ ഡാർക്ക് സ്പോട്ട്സ് ഞാൻ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കൺസീലർ യൂസ് ചെയ്യാം. സോ ഹിയർ ഞാൻ കറക്റ്റർ യൂസ് ചെയ്യുന്നത് KVBയുടെ ഓറഞ്ച് കറക്റ്ററാണ് കേട്ടോ. ആൻഡ് കൺസീലർ ഹിയർ ആം യൂസിങ് ഡൈനൈനാണ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കൺസീലർ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഡിപ്പാർട്ട്മെന്റ് move over side and save my enemies. അത്യാവശ്യം എന്താ പറയുക ഡാർക്ക് സർക്കിൾസ് ഒക്കെ പക്ഷേ and we are using fingers. Can use this brush. It is interaction. See, you can see the difference. Consider about yeah. And you can ഇവിടെ നിങ്ങൾക്ക് നിർത്തി ഡയറക്റ്റ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ബട്ട് ആൻഡ് സീ സം ഫൗണ്ടേഷൻ മാനേജ് ഫംഗ്ഷനായി കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും. സോ നോർമൽ ഫംഗ്ഷൻ ആണെങ്കിൽ കൺസീൽ ചെയ്തിട്ട് ഞാൻ ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യും. ബട്ട് ഹിയർ ഐ ആം യൂസിങ് കൺസീലർ. ഇതും റെനയുടെ HD കൺസീലറാണ്. കുറച്ച് മതി ഇത്, അതായത് മെയിൻ ഹൈലൈറ്റ് വന്നത് കുറച്ച് വെച്ചിട്ട് നമുക്ക് സ്പഞ്ചാണ് ഇടുന്നത്. Actually, container relay foundation use ചെയ്യണ്ട. But here I am using Puritan. Actually, make the ചെയ്യുന്നത് personal choice ആണ്. But I love doing it. This side കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ലൂസ് പൗഡർ ഓർ കോമ്പാക്ട് പൗഡർ ഇടാം. സോ ഇന്ന് ഞാൻ കോമ്പാക്ട് പൗഡറാണ് ഇടുന്നത്. നൈറ്റോടെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഇടുന്നത്. ലൂസ് പൗഡർ ഞാൻ നോർമൽ ഫങ്ഷൻസിനൊക്കെ ഇടും, ലൈക്ക് കല്യാണത്തിന് സമയത്ത് ഇടും. ബട്ട് കുറച്ച് അവരുടെ സോ ഹിയർ ഐ ആം ടേക്കിംഗ് ദിസ് ബ്രഷ്. അത് കേട്ടോ. ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇഫ് യു വാണ്ട് കം ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഞാൻ എല്ലാവർക്കും ഇത് ഇപ്പം അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഞാൻ ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്ത് കൺസീൽ ചെയ്തിട്ട് ഡയറക്റ്റ് കോമ്പാക്ട് യൂസ് പൗഡറിലേക്ക് വിടുകയാണെങ്കിൽ ഞാൻ കൺസീൽ ചെയ്തത് മാത്രമാണ് എന്തിടുക കോമ്പാക്ട് കേട്ടോ എല്ലാവർക്കും വിടുക. മെയിൻലി എനിക്ക് കോമ്പാക്ട് വെച്ചാൽ എൻ്റെ കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്രീമി ടൈപ്പാണ്, ലൈക്ക് കുറച്ചൊന്നും കട്ടിയുള്ള ടൈപ്പാണ്. സോ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബട്ട് ഇന്ന് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ മൈ ഫേസ്. സോ ഞാൻ കോമ്പാക്റ്റും എൻ്റെ ഫേസിലെല്ലാം ഇടുന്നുണ്ട്. സോ നമ്മളിങ്ങനെ കോമ്പാക്ട് എടുത്തിട്ട് കോമ്പാക്ട് എക്സസ് കോമ്പാക്ട് ഇടുന്നു അത് നമ്മളിങ്ങനെ തട്ടി കാണും, അല്ലെങ്കിൽ ഫേസിലിങ്ങനെ ഇത് കാണും ഓവറായിട്ട് കോമ്പാക്ട് കാണും. കോമ്പാക്ട് കഴുത്തിലും ചെയ്യണം. ഞാൻ കഴുത്തിലും ഫൗണ്ടേഷൻ ഉണ്ട്. സോ കഴുത്തിലും കോമ്പാക്ട് ഉണ്ട് കേട്ടോ. സോ നമ്മൾ കോമ്പാക്ട് ഇട്ടു. ഇനി നമ്മൾ ഹൈലൈറ്റർ ഇടാം. സോ ഹിയർ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി കളറിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. അതായത് പണ്ട് മുതൽ എൻ്റെ
കൂടെ അത് ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, അതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ കണ്ടിട്ട് ഈ ഹൈലൈറ്റർ സിൽവർ ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് ഓൺലൈനിൽ കിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം, അഫോർഡബിൾ റേഞ്ച് തന്നെയാണ്. എനിക്ക് ഹൈലൈറ്റർ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ എന്തിട്ടു, ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഞാൻ ചീക്സിൽ ഇട്ടിട്ടുണ്ട്. നോസിൽ മാത്രമല്ല ചീക്സിലിട്ടു. ആൻഡ് സീ ദാറ്റ് എൻ്റെ ചീക്സിൻ്റെ നോസിൽ ടിപ്പും ഹൈലൈറ്റ് ചെയ്യുന്നത്. ചീക്സിനെ കുറച്ചധികം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തോന്നും, ബട്ട് നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ അത് സെറ്റ് ആവും കേട്ടോ. സോ ഞാൻ ബ്ലഷ് ഇടാണ്. ബ്ലഷ് ഞാൻ കെ ബ്യൂട്ടിയുടെ ബ്ലഷ് തന്നെയാണ് ഇടുന്നത്. ആൻഡ് ഞാൻ ബ്ലഷ് ഇട്ടിരുന്നില്ല, ഇപ്പോൾ ഇടാൻ തുടങ്ങിയതാണ്. ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. എല്ലാവരും ബ്ലഷ് അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ എംബൈനിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഗുഡ്, ബട്ട് എനിക്ക് ഈ കളർ ഇത് കുറച്ചുകൂടി ലൈറ്റ് പിങ്ക് കളറാണ്. ഞാൻ മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നുന്നില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാം ബ്ലഷ് ഇടുന്നത്, ബട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് നാച്ചുറൽ. ഇത് കുറച്ച് തമ്മിലിടുന്നു, കുറച്ച് തമ്മിലിട്ടോ. ചിന്നു ഈ ചെയ്യുന്ന ആ ഭാഗത്ത്, ഇവരുടെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. സോ കുറച്ച് ഇടുന്നുള്ളൂ. എനിക്കത് കുറേ വാരിക്കൂട്ടി ബ്ലഷ് ഇടുന്നത് ഇഷ്ടമല്ല. നമ്മൾ ഇട്ടു, ഐ മീൻ അപ്ലൈ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയല്ല, എന്നാലും നമുക്ക് ബ്ലഷ് വരുള്ളൂ. നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. നന്നായി ചെയ്യണം, ഇല്ലെങ്കിൽ ടൂറ്റടിച്ച് ഉണ്ടാവും. നാച്ചുറൽ ലുക്ക് കിട്ടില്ല കേട്ടോ. ഡാബ് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ചടിച്ച് ഇത് ബ്ലഷും പുറത്തേക്ക് വരും. പിന്നെ ഈ ബ്ലഷാണ് കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് വരും. എനിക്ക് ഈ ബ്രഷസിനോട് നല്ല ഇഷ്ടമാണ്. കൈയാണ്, നല്ല ബ്രഷുണ്ട്, എപ്പോഴും കൈയാണ് ഉപയോഗിക്കാറ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓവർ ബ്ലഷ് ചെയ്യാൻ ബഡ് ബ്ലഷ് ഉണ്ട്, ചീക്ക് ബോൺസ്. സോ ഹൈലൈറ്റർ ഓവറിലൊന്നും പോയി. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഹൈലൈറ്റർ ഉള്ളത്. ആൻഡ് ബ്ലഷ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ ഫിൽ ചെയ്യാം. എനിക്ക് ഐബ്രോ ഫിൽ ചെയ്യുന്നത് ഇഷ്ടമല്ല, ഞാൻ വലിയ സ്കിൽ ഇല്ലാത്ത ഒരാളാണ്. ആൻഡ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, ആവശ്യമെങ്കിൽ മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ. എനിക്ക് ഞാൻ പണ്ട് ത്രെഡ് ചെയ്തിരുന്നു, അപ്പോഴും ത്രെഡ് ചെയ്തിരുന്നു, ബട്ട് ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ മാത്രം പറഞ്ഞു പറ്റി ത്രെഡ് ചെയ്യാറില്ല. സോ ഞാൻ ത്രെഡ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് എനിക്ക് ഐബ്രോ ഫിൽ ചെയ്യാൻ അറിയില്ല. എൻ്റെ ഫ്രണ്ട് നന്നായി ചെയ്യും, ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ അവൾ സൂപ്പറായിട്ട് ചെയ്യും. പക്ഷെ എനിക്ക് ആ സ്കില്ലില്ല. ഞാൻ ഇട്ടാൽ മനസ്സിലാവും അവൾ ഐബ്രോ ഫിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാതെ ഇഷ്ടമില്ല. ജസ്റ്റ് സോ ഇനി നമുക്ക് എന്താ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്. സോ ഞാനിവിടെ രണ്ട് ലിപ്സ്റ്റിക്കിനെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇത് നമ്മളെ ഡാസിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് പണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇവിടെ അടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് കുറേ പേര് ഇതിന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാണ് എനിക്ക് എനിക്ക് മുന്നേ കിട്ടിയത്. നിങ്ങൾക്കിത് കണ്ടറിയാം, ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ അറ്റായിട്ട്. ഇപ്പം ഇതിൻ്റെ ഐ മീൻ ഈ ഒരു ഡപ്പ മാറിയിട്ടുണ്ട്, റൗണ്ട് ഷേപ്പ് ആയിട്ട്. ഇത് പണ്ടത്തെയാണ്, ഏറ്റവും പണ്ടത്തെയാണ്. എന്നുവെച്ചാൽ കുറേ വർഷമായിട്ടില്ല കേട്ടോ. മീനി 1 year. ലിപ്സ്റ്റിക് ഒക്കെ എത്രയും പോകും ഇല്ലേ? ഇത് രണ്ടാമത്തെ അന്ന് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെയാണ്. ഇപ്പോൾ ഞാൻ കുറേ ലിപ്സ്റ്റിക് വാങ്ങിച്ചുകൊണ്ട് അന്നെന്ന് വെച്ചാൽ ഇതന്നെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ മാറി. സോ ഇന്ന് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ളൊരു ഐ മീൻ ലിപ്പാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ആദ്യം ശരി ഉണ്ടാവും. ഞാൻ ചവിട്ടിയിട്ട് നല്ല ശ്രദ്ധ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഫസ്റ്റ് ലെയറായിട്ട് ഇടുന്നത് കേട്ടോ. സോ ഈ ഷെയ്ഡാണിത്. ഈ ഷെയ്ഡ് നമ്പർ 36 ആണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം. ഇനി ഞാൻ ഇടുന്നത് ഈ ബമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് പറയുന്നത് അപ്സൈഡ് ബ്രൗൺ 126 ആണ്. ഇതും ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സോ ഇന്നൊരു ബ്രൗൺ എൻ്റെ ഐ ഷാഡോനും ബ്ലഷിനും മാച്ച് ആവുന്ന ലിപ്സ്റ്റിക്കാണ് വെച്ചു. സോ ഇതിന് മേലെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യും. സോ ഇതാണ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെ. ഇതാണ് സമയത്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്.
ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനും ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടാറ്. ബട്ട് കുറച്ചുകൂടി സാരി അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ വെയർ ചെയ്തിട്ടാണ് പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ഡാർക്ക് കളേഴ്സ് ലൈക്ക് റെഡ് ആ ഒരു റേഞ്ചിലേക്കാണ് പോകും. ബട്ട് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ആര്യ കട്ട് സൂട്ടാണ്. സോ ഈ ലിപ്സ്റ്റിക് ഇതിന് മാച്ച് ആയിട്ടാണ് ഉള്ളത്. പിന്നെ പൊട്ട് ഇടണം. പൊട്ട് എൻ്റെ സ്റ്റിക്കർ പൊട്ടുകളൊന്നുമില്ല. സോ നമുക്ക് ഐലൈനർ വെച്ചിട്ട് സോ സമയം 7:20. നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് മേക്കപ്പ് ഫിക്സർ ഓർ നമ്മൾ ഇത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഫിക്സറാണ് കേട്ടോ. സോ നമ്മൾ കണ്ണ വെച്ചിട്ട് ഒരു ഇത്രയും ഡിസ്റ്റൻസിൽ സ്പ്രേ അടിക്കണം. ഇട്ടിട്ടാണ് ഓക്കെ. ഡൺ വിത്തൗട്ട് മേക്കപ്പ്. ഇനി നമുക്ക് ഹെയർ ചെയ്യാം. ഹെയർ കുറച്ച് വെട്ടാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കേട്ടോ. സോ നമ്മുടെ ഹെയർ കഴിഞ്ഞു. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഇടാം. സോ ഞാനിവിടെ ഒരു റിംഗ് ഇടുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ റിംഗ് ഇടുന്നത്, ഒരു റിംഗ് ഇടുന്നത് ആൻഡ് ഒരു കയ്യിൽ വാച്ച് ഇടുന്നുണ്ട്. ഇതൊരു നെക്ലേസ് ആണ്, ബട്ട് ഫോർ ടൈം ബീങ് ഞാൻ ഇതൊരു ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. രണ്ടുമായിട്ട് ഇങ്ങനെ തന്നിട്ട് എങ്ങനെയുണ്ട് ഗായത്രി ചേച്ചിൻ്റെ ഐഡിയ? ബ്രേസ്ലെറ്റായി. ആൻഡ് ഞാൻ ഈ ഇയറിംഗ് ആണ് ഇടുന്നത്. ഇയറിംഗ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് കൊല്ലാമെന്ന് തന്നിട്ടില്ല, കൊല്ലാമില്ല, ഞാൻ കാശിനകത്ത് വാങ്ങിച്ചതാണ്. എനിക്ക് ഇയറിംഗ്സ് ആണ് ഞാൻ കൂടുതലും ഓർണമെന്റ്സ്. പിന്നെ ഈ ഒരു ബൂട്ട് ചെയിൻ കണ്ടില്ല. സോ ഇതാണ് എൻ്റെ ലുക്ക്. ഇങ്ങനെ എൻ്റെ മേക്കപ്പ് ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇപ്പൊ സമയത്ത് നമുക്ക് നോക്കാം. ഇടാനാണ് എനിക്ക് കുറച്ചധികം ടൈം എടുത്തത്. ഇപ്പൊ 7:32 ആയി. ടൈം ഉണ്ട്. ഇവിടുന്ന് പറഞ്ഞു ജസ്റ്റ് 5 minutes ടൈം ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് പെർഫ്യൂം ഇച്ചില്ല. സോ ഇത് ഞാൻ ഇന്ന് അടിക്കാൻ പോകുന്ന പെർഫ്യൂം സ്റ്റുഡിയോ വെസ്റ്റ് എന്ന് വെച്ചാൽ വെസ്റ്റ് സൈഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. വെരി ഗുഡ് പെർഫ്യൂമാണ്. ഞാൻ പെർഫ്യൂം ലവറാണ്, ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. എങ്ങനെയാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ് അല്ലേ? ഇതിൽ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ കൺസീലർ ഇട്ടിട്ട് ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഐ മീൻ കോമ്പാക്ട് ലൂസ് പൗഡറിന്റെ സ്റ്റേജിലേക്ക് എത്തിയാൽ മീൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു ലൂസ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്റ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് മതി ആക്ച്വലി ഫൗണ്ടേഷൻ എന്ന് നിർമ്മിക്കുന്നുണ്ട്. ഞാനൊരു മാരേജ് ഫംഗ്ഷൻ, ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഡെയിലി മേക്കപ്പ് എന്ന് കുറച്ചുകൂടി ഒരു പൊടി കൂടി നിൽക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ. അതർവൈസ് ഐ വോണ്ട് അപ്ലൈ ഫൗണ്ടേഷൻ. ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഐ വിൽ ആൻഡ് മൈ മേക്കപ്പ്. സോ അത് നിങ്ങൾ ചെയ്താൽ മതി. ആൻഡ് ഇതിലിപ്പോൾ വേറെ ബ്ലഷ് നിങ്ങൾക്ക് ബ്ലഷ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നിങ്ങൾക്ക് ഒരു വൺസ് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലഷ് ഇടാത്തതാണെങ്കിൽ. ബ്ലഷിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഹൈലൈറ്റർ നിങ്ങൾ ഇട്ടാലും അതൊരിക്കലും ഒരു ഇട്ടു എന്നുള്ളൊരു വൈബ് തരില്ല. നിങ്ങൾക്ക് അതൊരു നാച്ചുറൽ ഹൈലൈറ്റ് ഫീൽ ചെയ്യുന്നു. കാരണം ഹൈലൈറ്റർ അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ കൺസീലറൊക്കെ നമ്മൾ എത്ര ഇട്ടു എന്ന് പറഞ്ഞാലും ഐ മീൻ ലൈറ്റ് ആയിട്ട് ഇട്ടുള്ളൂ നാച്ചുറൽ ലുക്കാണെന്ന് പറഞ്ഞാലും നമുക്ക് ക്യാമറയിൽ അങ്ങനെ തോന്നില്ല. ബട്ട് ഫേസ് ടു ഫേസ് നമുക്ക് അങ്ങനെ തോന്നും ഫൗണ്ടേഷൻ കൺസിഡർ ഇട്ടിട്ട്. ബട്ട് ഹൈലൈറ്റർ അങ്ങനെയല്ല. ട്രസ്റ്റ് മീ, ഹൈലൈറ്റർ നമ്മൾ വെറുതെ കൂടുതൽ കുറച്ച് ഇവിടെ ഹൈലൈറ്റർ ഇട്ട് അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. അത് ഫേക്ക് ആയിട്ടൊന്നും തോന്നില്ല. ലിപ്സ്റ്റിക് തന്നെ വീടാണ്. ലിപ്സ്റ്റിക്കിലാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മേ ബി മെജോറിറ്റി ഗേൾസ് നല്ലത് ലിപ്സ്റ്റിക്കിലാണ് ജീവിക്കാൻ പറ്റില്ല. സോ അതാണ് ലിപ്സ്റ്റിക്കിന്റെ കേസ്. ഐബ്രോ നിങ്ങൾക്ക് ഇതിൽ ഐബ്രോ ആഡ് ചെയ്യാം, ബട്ട് ഞാൻ ഐബ്രോ ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐബ്രോന്റെ സ്റ്റേജ് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഗെറ്റ് റെഡി വിത്ത് മീ ടു മൈ ഫ്രണ്ട്സ് ബ്രദർ കം മാരേജ്. അത്രയുള്ളൂ. ആൻഡ്
വിചാരിച്ച് അടുത്ത വീഡിയോ